Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവർക്കും good morning കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, എല്ലാം മനസ്സിലായില്ലേ? ഹീമോതൊറാക്സ്, ന്യൂമോതൊറാക്സ് എല്ലാം വായിച്ചൊക്കെ നോക്കിയായിരുന്നില്ലേ നിങ്ങള്? വായിച്ചു നോക്കി മാം. അന്ന് പറഞ്ഞില്ലേ നോർമൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ 12 to 18 പറഞ്ഞില്ലായിരുന്നു? അതില് പറയുന്നുണ്ട് ലെസ് ദാൻ 30 പെർ മിനിറ്റ് എന്ന് പറഞ്ഞ. അതെനിക്ക് ക്ലിയർ ആയിട്ടില്ല, ഒന്ന് പറയൂ. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ. മൈക്ക് ഓഫ് ചെയ്യുവാണ്. കണ്ടിന്യൂ ചെയ്യാലോ നമുക്ക്? ട്രയേജിന്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കുക കേട്ടോ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒരു മിനിറ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്തേ. എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റീഡ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ട്രയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാർട്ട് ട്രയേജ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. ബ്രെത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ, രണ്ട് ആരോ മാർക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നോന്ന് കൊടുത്തിട്ടുണ്ട്, യെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോന്ന് കൊടുത്താൽ എന്താണ്? അതായത് പേഷ്യന്റിന് ബ്രെത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്താ ചെയ്യാ? ഓപ്പൺ പേഷ്യൻസ് എയർവേ ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്. അതായത് പേഷ്യൻസിന് CPR കൊടുക്കാനായിട്ട് ആരംഭിക്കും. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? CPR കൊടുക്കാനായിട്ട് നോക്കും. എല്ലാ പേഷ്യൻസിനും ട്രയേജിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു പേഷ്യൻസിനെ ആണെങ്കിലും എമർജൻസി ആയിട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ ആണ് CPR കൊടുക്കുക എന്നുള്ളത്. CPR കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക? എയർവേ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതായത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക CPR കൊടുത്തതിന് ശേഷമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു കണ്ടീഷൻ പറയുന്നത് ബ്രെത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്? CPR കൊടുക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? എയർവേ കൊടുക്കാനായിട്ട് ആരംഭിക്കുക. ഓക്കെ, ഇത് രണ്ടും കൊടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്? പേഷ്യന്റിന് ശ്വാസം ഉണ്ടോന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യും. CPR കൊടുക്കും, എയർവേ കൊടുക്കാനായിട്ട് ആരംഭിക്കും. അതിനുശേഷം ഒന്നും കൂടി പേഷ്യന്റിന് ശ്വാസം ഉണ്ടോന്ന് അവരൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ടും ശ്വാസം ഇല്ല എങ്കിൽ, ബ്രെത്ത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പേഷ്യന്റ് ഡൈ ആയി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഡെത്ത് ആയി പോയി എന്നാണ് അർത്ഥം കേട്ടോ. CPR കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക? എയർവേ കൊടുക്കുക. ഇനി ഇത് രണ്ടും കൊടുത്തതിന് ശേഷം വീണ്ടും പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ, CPR കൊടുത്തിട്ടും പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ പേഷ്യന്റ് ഈസ് ഡെത്ത്. ഓക്കെ, ആ കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്ന് പറയണോട്ടോ, ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങള് വേറൊരു കേസിൽ പേഷ്യന്റ്, അതായത് ഇതേപോലെ തന്നെ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. പേഷ്യന്റിന് CPR കൊടുക്കും, എയർവേ കൊടുക്കും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുമ്പോ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. യെസ് എന്നാണ് അവിടെ മറുപടി ലഭിച്ചിരിക്കുന്നത് അല്ലെ? അതായത് ശ്വാസം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് എമർജൻസി റൂമിലോട്ട് കൊണ്ടുപോവാണ് ചെയ്യുക. ഈ രണ്ട് സ്റ്റേജുകളാണ് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. പേഷ്യന്റ് CPR കൊടുത്തിട്ടും ബ്രെത്ത് ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം പേഷ്യന്റ് ഈസ് ഡെത്ത്. ഇനി
പേഷ്യന്റ് CPR കൊടുത്തു, അതിനുശേഷം വീണ്ടും ബ്രീത്തിങ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് യെസ് എന്നാണെങ്കിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. നോക്കിയ നിങ്ങൾ റൈറ്റ് സൈഡില് പേഷ്യന്റ്, അതായത് ഇമ്മീഡിയറ്റ് ട്രയേജിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യന്റ് ബ്രീത്ത് ചെയ്യാണ്, അതായത് ശ്വാസം എടുക്കുന്നുണ്ട് അവർ കൊണ്ടുവരുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ലെസ് ദാൻ 30 ബ്രീത്ത് പെർ മിനിറ്റ്. ഓക്കെ, അതായത് മിനിറ്റില് 30, അതായത് ബിലോ 30ക്ക് താഴെയാണ്, അല്ല മുകളിലാണ്, എബോവ് 30ക്ക് മുകളിലാണ് മിനിറ്റിലെങ്കിൽ ഹാർട്ട് ബീറ്റ് മിനിറ്റിലെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനാണ് അവിടെ ആവശ്യപ്പെടുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം, അതായത് എബോവ് 30 ആണ് പെർ മിനിറ്റില് അയാളുടെ ബ്രെത്തെങ്കില് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ഇനി എസ് തന്നെ കൊടുത്തിട്ടുള്ളിടത്ത് റൈറ്റ് സൈഡിലായിട്ട് ബിലോ 30 ബ്രെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 30ൽ താഴെയാണ് മിനിറ്റില് അയാൾ ശ്വാസം എടുക്കുന്നതെങ്കിൽ അയാളുടെ റേറ്റ് എന്നുള്ള അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബിലോ 30 ആണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? റേഡിയൽ പൾസ് നോക്കണം. 2 രീതിയിൽ റേഡിയൽ പൾസ് നോക്കുന്നതുണ്ട് അല്ലെ? എങ്ങനെയാണ് റേഡിയൽ പൾസ് നോക്കുന്ന 2 രീതിയില്? ഒന്ന് കമന്റ് ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു റേഡിയൽ പൾസ് നോക്കേണ്ടത് എങ്ങനെയാണ് നോക്കേണ്ടത്? ഒരെണ്ണം കൈത്തണ്ടയിൽ പിടിച്ചു നോക്കാം അല്ലെ നമുക്ക്, മറ്റൊന്ന് കേപ്പിലറി റീഫില്ല്. അത് 2 രീതിയിൽ എന്ത് ചെയ്യാൻ നമുക്ക് ആളുടെ പൾസ് നോക്കാം. ഇനി പൾസ് ഉണ്ട് എന്നാണെങ്കിൽ, ഓക്കെ, പൾസ് റേറ്റ് അയാൾക്ക് ഉണ്ട്, അതായത് ഹൃദയമിടിപ്പ് നോക്കാനായിട്ട് നാഡീമിടിപ്പ് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളുടെ മെന്റൽ സ്റ്റാറ്റസ് നോക്കാം. അയാളുടെ പേര് സ്വയം പറയുന്നുണ്ടോ? അയാൾക്ക് നമ്മളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ചുറ്റുപാടുകൾ, സറൗണ്ടിങ്സ് അയാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ കമാൻഡുകൾ അയാൾ കേൾക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പൾസ് നോർമൽ ആണെങ്കിൽ നമുക്ക് മെന്റൽ സ്റ്റാറ്റസ് ആണ് അടുത്തത് നോക്കേണ്ടത്. അല്ല എങ്കിൽ, അയാളുടെ മെന്റൽ സ്റ്റാറ്റസ് ക്ലിയർ അല്ല എങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാം. അയാൾക്ക് സ്വയമേ പേര് പറയാൻ സാധിക്കുന്നില്ല, സറൗണ്ടിങ്സ് ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാം. ഇനി അയാൾ തന്നെ പേര് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, ട്രീറ്റ്മെന്റ് ഡിലേ ആയാലും പ്രശ്നമില്ല. ഓക്കെ, ഇനി റേഡിയൽ പൾസ്, അതായത് നാഡീമിടിപ്പ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ, പൾസ് നോക്കുമ്പോൾ അത് എന്താ പറയാ പ്രോപ്പർ അല്ല എങ്കിൽ, കൃത്യമായിട്ടില്ല, പൾസ് ഇല്ല എങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നോർമലി ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പൾസ് റേറ്റ് ഒക്കെ കുറഞ്ഞു വരുന്ന പേഷ്യൻസിന്, അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കുന്ന പേഷ്യൻസിന്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക, ദെൻ അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ട്രയേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് അറിയാം, നമ്മൾ കോഡുകൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടതാണ്, എന്നാലും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോഡുകൾ നോക്കാം. എന്താ പറയുന്നത്? ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ്. കോഡ് റെഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഫയറുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ഈ പുക അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് റെഡ് ഹോസ്പിറ്റലുകളിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, തീപിടുത്തം ഉണ്ടായാല് അല്ലെങ്കിൽ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് സ്മോക്ക് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നമുക്ക് കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ അതിനു വേണ്ടിയിട്ട്, അതായത് ആദ്യത്തെ ഞാൻ പറയുന്നത് ആദ്യത്തെ ലൈനാണ് കേട്ടോ. ഓരോ ടേബിള് പോലെയാണ്, അതായത് 4 ടേബിള് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഓരോന്നും ആണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ടേബിളിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ തീപിടുത്തം അല്ലെങ്കിൽ പുക അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിലാണ് കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. ടെലിഫോൺ ഓപ്പറേറ്റർ അറിയിക്കണം. ദെൻ നമ്മൾ റേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോള് പിന്തുടരുന്നെന്ന് പറയുന്നുണ്ട്. റേസ് എന്ന് പറയുന്ന പ്രോട്ടോകോള്, ആ റേസ് RACE ആ ഒരു വേർഡിന് ഡിഫറെന്റ് ആയിട്ടുള്ള ലെറ്റർ ആണ്. ആ ഓരോ ലെറ്ററിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. റേസില് ആദ്യം വരുന്നത് R ആണ്.
R എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ എന്നാണ് പറയാ. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിപ്പിക്കുക. ഓക്കെ അല്ലെ? അതായത് തീപിടുത്തം ഉണ്ടായി കഴിയുന്ന ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആളുകളെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുക. ഓക്കെ, അടുത്തത് വരുന്നത് എ ആണ്. ആക്ടിവേറ്റ് എ ഫയർ അലാം. ഫയർ അലാറം എന്ത് ചെയ്യുക? മുഴക്കുക. അതായത് ഭയങ്കരമായിട്ട് ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കില്ലേ? ഭയങ്കരമായിട്ട്, അതായത് അപകടം ഉണ്ടായി എന്നുള്ള ഒരു സൈറൺ മുഴങ്ങില്ലേ? അതുപോലെയുള്ളൊരു അലാം എന്ത് ചെയ്യുക? ആക്ടിവേറ്റ് ചെയ്യുക. സൈറൺ എന്ത് ചെയ്യുക? ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ സി എന്ന് പറയുന്നത്, അതായത് അതായത് ഇങ്ങനെ ഒരു പുകയോ അല്ലെങ്കിൽ തീയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെയുള്ള വാതിലുകളും ജനലുകളൊക്കെ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാന്നാണ് പറയുന്നത്. വാതിലുകളും ജനലുകളൊക്കെ ക്ലോസ് ചെയ്യുക. ദെൻ ഇ എന്ന് പറയുന്നത് എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഇഫ് പോസിബിൾ. നിങ്ങളെ കൊണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക? തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇവിടെ നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അലേർട്ട് അതേഴ്സ് ബൈ ഷൗട്ടിങ് കോഡ് റെഡ്. അതായത് നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തില് ഭയങ്കര ഉച്ചത്തിൽ എന്ത് ചെയ്യാം? ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഇവിടെ തീപിടുത്തം ഉണ്ടായി, ഡേഞ്ചർ ആണെന്നുള്ളൊരു മുന്നറിയിപ്പ് ഉച്ചത്തിൽ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ വിളിച്ച് അറിയിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ഒരു പാമ്പ് വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലൊക്കെ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉച്ചത്തിൽ പറയുമോ അല്ലെ? അതായത് മറ്റുള്ളവർ വരാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ വിളിച്ച് പറയും എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല്. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? മാക്സിമം ശബ്ദം എടുത്തിട്ട് മറ്റുള്ളവരെ വിളിച്ചു പറയാന്നുള്ളതാണ് അത് പറയുന്നത്. ക്ലിയർ ആയോ? റേസ് പ്രോട്ടോകോൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, റേസ് എന്ന് പറഞ്ഞാൽ, ആർ എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ആണ്. തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അപകട മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മാറ്റി നിർത്തുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ അലാം, അതായത് സൈറൺ മുഴക്കുക എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തിൽ ഇവിടെ തീപിടുത്തം ഉണ്ടായെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഒരു സൈറൺ മുഴക്കുക. ഇ എന്ന് പറഞ്ഞാല് എക്സ്റ്റിംഗ്വിഷ് ആണ്. അതായത് ഡോറുകളും ജനലുകളൊക്കെ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. പറ്റാവുന്നത്ര ഡോറുകളും ജനലുകളൊക്കെ ക്ലോസ് ചെയ്യാം. ഈ എന്ന് പറഞ്ഞാല് അതായത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തീ അണയ്ക്കുക. ദെൻ നിങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഒച്ചയെടുത്തിട്ട് മറ്റുള്ളവരെ അറിയിക്കുക, തീപിടുത്തം ഉണ്ടായി എന്നുള്ളൊരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടേബിളിൽ, മൂന്നാമത്തെ ടേബിളിലാണ്, അല്ല നാലാമത്തെ ടേബിളിലാണ് പറയുന്നത് കേട്ടോ. In other areas or area away from the alarm location, close all doors and windows even if you are not located in the alarm area. Watch for signs of fire and smoke. Do not use elevators. Report to the assigned work area and wait for instructions. അതായത് നമ്മൾക്കിപ്പോ തീപിടുത്തം ഉണ്ടായ ഏരിയയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഏരിയ ഉണ്ടാവും അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഏരിയയിലാണ് തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏരിയയിൽ എന്ത് ചെയ്യാണ്? അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാവുന്നത്ര രീതിയിൽ എന്ത് ചെയ്യുക? എല്ലാ ജനലുകളും വാതിലുകളും എന്ത് ചെയ്യുക? കൊട്ടിയടയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തീപിടുത്തം ഉണ്ടായി ഉള്ള ആ ഒരു ഏരിയ, അതായത് ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയിൽ സൈനികൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അതായത് ആവശ്യമായിട്ടുള്ള സൈനികൾ സ്ഥാപിക്കുക, ഡേഞ്ചർ ആണെന്നുള്ള സൈനികൾ വെച്ച് സ്ഥാപിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയ പ്രത്യേകമായിട്ട് വലിച്ചു കെട്ടും. അതായത് മറ്റുള്ളവർക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും? റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രത്യേകമായിട്ട് അത് വലിച്ചു കെട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും എലവേറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ലിഫ്റ്റുകളോ എലവേറ്റേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, തീ അണയ്ക്കാനായിട്ട് വരുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കണം? ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണം. അവര് വരുന്നത് വരെ നമ്മള്
വെയിറ്റ് ചെയ്യണം. ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മളെ കൊണ്ട് ആവശ്യമായിട്ടുള്ള, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ വന്നതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുക, പ്രവർത്തിക്കാവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈസി ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. then അടുത്തത് നോക്കിയേ, ലാസ്റ്റ് ടേബിൾ ആണ്. when using extinguisher to put out the fire, അതായത് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, റെഡ് കളറിലൊരു സംഭവം കണ്ടിട്ടില്ലേ? അതെന്ത് ചെയ്യണം, അത് ഉപയോഗിക്കേണ്ട രീതിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, അതിന്റെ രീതി ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോ പാസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടൊരു മീനിങ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ചിട്ടാണ് ഈ പാസ് എന്ന് പറയുന്ന ആ വേർഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പി എന്ന് പറഞ്ഞാല് പുൾ ദ പി എം, പുൾ ദ പി എം അതായത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അവിടെ സ്ഥാപിച്ചിട്ട്, നിങ്ങൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? ആരും കാണാത്തായിട്ടുണ്ടാവില്ലല്ലോ. എവിടെയാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഹോസ്പിറ്റലിലെ ഭിത്തിയിലൊക്കെയാണല്ലോ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് അതിനൊരു പ്രത്യേക ഒരു ഏരിയ ഉണ്ടാവും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന. അപ്പൊ ആ ഏരിയയിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം, അത് എടുക്കണം. ആദ്യം അത് എടുക്കണം, അതാണ് പി. ഫസ്റ്റ് അത് എടുക്കുക. ദെൻ എ ഫോർ എയിം ദ നൊസിൽ. എയിം ദ നൊസിൽ, എയിം എന്നല്ല കേട്ടോ, എയിം എന്നാണ് കേട്ടോ. എയിം ദ നൊസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അത് എടുത്തതിന് ശേഷം അത് ഞെക്കാനായിട്ട്, അതായത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യില്ലേ, ഞെക്കാനായിട്ട് ആരംഭിക്കണം എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, then S for skews, skews the handle, അതായത് അതിനുശേഷം അത് സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് ആരംഭിക്കണം അല്ലെ. ഒരു പ്രത്യേക തരം സ്മോക്ക് ആണ് അല്ലെ, സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. then സൈഡ് ടു, എസ് എന്ന് പറഞ്ഞാല് സ്വീപ്പിന്റെ സൈഡ് ടു സൈഡ് മോഷൻ. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ത് ചെയ്യണം, സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോ പി എന്ന് പറഞ്ഞാല് പുൾ ദ പിന്നാണ്, അതായത് വലിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പുൾ ദ പിന്നുണ്ട് കേട്ടോ, PIN. ഇവിടെ PM എന്നൊക്കെയാണ് കൊടുത്തേക്കണേ. പുൾ ദ പിന്നാണ്, അത് വലിച്ചെടുക്കുക. ദെൻ എ എന്ന് പറഞ്ഞാല് അത് ഞെക്കാനായിട്ട്, അതായത് അത് പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ദെൻ എസ് എന്ന് പറഞ്ഞാൽ സ്ക്യൂസ് ദ ഹാൻഡിൽ, അതായത് കൈ ഉപയോഗിച്ച് അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. ദെൻ ലാസ്റ്റ് വൺ എസ് സ്വീപ്പിനെ സൈഡ് ടു സൈഡ് മോഷൻ, ഫയർ ഉണ്ടായിട്ടുള്ള എല്ലാ ഏരിയയിലേക്കും അത് എന്ത് ചെയ്യിപ്പിക്കുക, സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് കോഡ് ഓറഞ്ചുമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കോഡ് ഓറഞ്ച് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റേസ് പ്രോട്ടോകോളും അതുപോലെ തന്നെ പാസ് പ്രോട്ടോകോളും ഫോളോ ചെയ്യുന്നത് ഏത് കോഡുമായി ബന്ധപ്പെട്ടാണ്? ഓക്കെ, കോഡ് റെഡ് തെറ്റിപ്പോയിട്ടോ. ഏതാണ്? റേസ് പ്രോട്ടോകോള്, ദെൻ പാസ് പ്രോട്ടോകോള് ഏത് കോഡുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കോഡാണ്? റേസ്, റെസ്ക്യൂ എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ? റെഡ് കേട്ടോ. അപ്പൊ റേസ് ദെൻ പാസ്, ഈ രണ്ട് പ്രോട്ടോകോളും കോഡ് റെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ കോഡ് പിങ്ക് ആണ് കേട്ടോ. കോഡ് പിങ്ക് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? കോഡ് പിങ്ക് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കോഡ് പിങ്ക് എന്തായിരുന്നു? ചൈൽഡ് അബ്ഡക്ഷൻ അല്ലേ? മിസ്സിംഗ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം അത്. Code pink is activated when an infant child is confirmed missing from the NICU, labor room, ward from the pediatrics floor. അല്ലെ? അതായത് NICU-ൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ ലേബർ റൂം അല്ലെങ്കിൽ പീഡിയാട്രിക്സ് വാർഡിൽ നിന്നോ ഒരു കുട്ടിയെ, ഒരു ചൈൽഡിനെ മിസ്സിംഗ് ആവുന്നതാണ്, ഒരു കുട്ടിയെ കാണാതെ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണ് കോഡ് പിങ്ക്.
അപ്പോ മിസ്സിംഗ് ചൈൽഡ് അല്ലെങ്കിൽ ഒരു പ്രസവ വാർഡിൽ നിന്നൊരു കുട്ടിയെ കാണാതാവുകയാണ്, അല്ലെങ്കിൽ പീഡിയാട്രിക്സ് വിഭാഗത്തിൽ നിന്ന് അവിടെയുള്ള വാർഡിൽ നിന്നൊരു കുട്ടിയെ കാണാതാവുകയാണ്, അല്ലെങ്കിൽ എന്താ പറയാ NICUവിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതാവുകയാണ്. നമുക്കറിയാലോ അങ്ങനെയുള്ള മിസ്സിംഗ് കേസുകളൊക്കെ നമ്മള് ധാരാളം സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുട്ടിയെ മിസ്സാവുകയാണെങ്കിൽ നമ്മള് ഈ ഒരു കോഡ് പിങ്ക് ആണ് എന്ത് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, the next one, upon learning of an infant or child missing, notify the security supervisor 1745 immediately. Secure the immediate area if possible. Allow no one to enter or exit until the arrival of security staff. Check stairwells, loungers, waiting rooms and restrooms. ഇവിടെ എന്താ പറയുന്നേ, ഒരു കുട്ടി മിസ്സാവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസറെ അത് അറിയിക്കുന്നതാണ്. സെക്യൂരിറ്റി സൂപ്പർവൈസറുടെ നമ്പർ ആണ് 1745 എന്നുള്ളത് കേട്ടോ. അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇൻഫോം ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു കുട്ടി മിസ് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കും. അതുപോലെ തന്നെ എല്ലാ ഏരിയകളും സുരക്ഷിതമാക്കും. അതായത് കഴിയാവുന്നത്ര ഏരിയകൾ നമ്മൾ സുരക്ഷിതമാക്കാനായിട്ട് നോക്കും. എങ്ങനെയാ നോക്കുന്നേ, ഒരു കുട്ടി മിസ്സായി കഴിഞ്ഞാല് എന്താണ്, ആ ഒരു സമയം ഇപ്പൊ മിസ്സായത് ഒരു 12 മണിക്കാണെങ്കിൽ ആ 12 മണി തൊട്ട് ഉള്ള ആ ഒരു സമയത്ത് ആ എന്താ പറയാ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, നമ്മൾ പുറത്തേക്കും വിടില്ല. അതുപോലെ തന്നെ ഒരാളെയും നമ്മൾ അകത്തേക്കും കയറ്റില്ല. അപ്പൊ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, മിസ്സായി കഴിയുന്ന ആ ഒരു സമയത്തിനുള്ളില് നമ്മൾ ആർക്കും പ്രവേശനവും കൊടുക്കില്ല. അതുപോലെ തന്നെ പുറത്തേക്കും ആളുകളെ വിടുകയുമില്ല. അതുപോലെ തന്നെ എല്ലാ ഏരിയകളും, ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഏരിയകള്, പ്രത്യേകിച്ച് റൂമുകള്, അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂമുകള്, റെസ്റ്റ് റൂമുകള്, സ്റ്റെയർവേസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മള് ചെക്ക് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും അതായത് അവിടെയൊക്കെ എവിടെയെങ്കിലും കുട്ടി ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യാറുണ്ട്. എല്ലാത്തരം റൂമുകളും, അത് പേഷ്യന്റേതാകുന്ന എല്ലാത്തരം പേഷ്യൻസിന്റെയും ഈവൻ ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെ ഒക്കെ റൂം പോലും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാല് ആരെയും അകത്തേക്കും വിടില്ല, പുറത്തേക്കും വിടില്ല. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത അതില് പറയുന്നത്, ക്വസ്റ്റ്യൻ anyone carry a large duffel bag, packages and trying to conceal an object under their clothing. In the event that someone is observed that fits into the above category, all security and do not lose sight of that person. Okay, അതായത് ആരെങ്കിലും അസാധാരണമായിട്ടുള്ള രീതിയിൽ വലിയ പെട്ടിയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡ്രസ്സിന്റെ ഒക്കെ അടിയിലായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തല് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉടനെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫുകളെ വിളിച്ചിട്ട് അയാള് പോകാത്ത രീതിയിൽ എന്ത് ചെയ്യാം, അയാളെ മിസ് ചെയ്യാത്ത രീതിയിൽ അയാളെ ചെക്ക് ചെയ്യാം. അയാൾ ഒരിക്കലും അവിടെ നിന്ന് പോകാനായിട്ട് പാടുള്ളതല്ല. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ വലിയൊരു പെട്ടിയിട്ട് ഒരാൾ പോവാണ്, അല്ലെങ്കിൽ അസാധാരണമായിട്ട് രീതിയിൽ അയാളുടെ ഡ്രസ്സിന്റെ ഭാഗത്ത്, അയാളുടെ ഡ്രസ്സിന്റെ അടിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നു എന്നൊരു കണ്ടെത്തല് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാല് ഉടനെ തന്നെ അയാള് അവിടുന്ന് പോകാത്ത രീതിയിൽ അയാളെ പിടിച്ചു നിർത്തുകയും സെക്യൂരിറ്റി സ്റ്റാഫുകൾ വന്നതിന് ശേഷം അയാളെ ചെക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യും. കാരണം ബാഗിനൊക്കെ എന്താണ്, കുട്ടിയെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഡ്രസ്സിനടിയിലൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോ പുതപ്പിച്ചു വെക്കാനോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള അസാധാരണമായുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ ഉടനെ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് അയാളെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, if that suspected person attempt to leave the building prior to the arrival of security officers, do attempt to stall the person in any way possible. If the person does get into a vehicle, get a good description of the vehicle and the vehicle number and notify security. ഇനി നിങ്ങൾ സംശയാസ്പദമായിട്ട് ആരെയെങ്കിലും കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് അസാധാരണമായിട്ട് ആരെയെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാല് അയാളെ ആ ബിൽഡിംഗ് വിട്ടു പോകാനായിട്ട് അനുവദിക്കരുത്. ഓക്കെ,
ഇൻ കേസ് അയാള് ബിൽഡിംഗ് വിട്ട് പോയി കഴിഞ്ഞാല് ഉടനെ തന്നെ എന്ത് ചെയ്യാം, ഒരു വാഹനത്തിൽ കയറുക, ദെൻ അവരെ ഫോളോ ചെയ്യാം. ഇയാള് പോയി, അതായത് അയാളിപ്പോ ഒരു വണ്ടിയിൽ കയറിയാണ് പോയെന്ന് വിചാരിക്കുക. അയാൾ ഏത് വണ്ടിയിലാണ് കയറിയത്, ആ വണ്ടിയുടെ കളർ എന്താണ്, ആ വണ്ടിയുടെ നമ്പർ ഏതാണെന്ന് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെക്യൂരിറ്റിയെ അറിയിക്കുക എന്നുള്ളതും കൂടി ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഒരു സെക്കൻഡ് കേട്ടോ. വന്നേ. Disaster management. ഓക്കെ, കോഡ് റെഡ് ആൻഡ് കോഡ് പിങ്ക് ക്ലിയർ ആണോ? പറയണ്ടല്ലോ ഇനി. ഓക്കെ, അടുത്തത് കോഡ് ഓറഞ്ച് ആണ്. കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ഓറഞ്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. ഹസാഡസ് മെറ്റീരിയൽ സ്പില്ല് സച്ച് ആസ് കെമിക്കൽ സ്പില്ല്, കെമിക്കൽ ചോർച്ച, മെർക്കുറി സ്പില്ല്, മെർക്കുറി അതായത് രാസപദാർത്ഥങ്ങൾ ചോരുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലില്, ഗ്യാസ് ലീക്ക്, ഹസാഡസ് ഡ്രഗ്സ് സ്പില്ല്, എന്തെങ്കിലും മരുന്നുകള്, അതായത് വീര്യം കൂടിയിട്ടുള്ള മരുന്നുകളൊക്കെ, ഡ്രഗ്സ് ഒക്കെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ ചോർന്നു കഴിഞ്ഞാല് ഏത് കോഡാണ് അലേർട്ട് ചെയ്യുക? കോഡ് ഓറഞ്ച് ആണ് ആക്ടിവേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള, അതായത് ഇങ്ങനെ കെമിക്കൽ സ്പില്ലേജ്, അതായത് പദാർത്ഥങ്ങൾ, രാസപദാർത്ഥങ്ങൾക്ക് എന്തെങ്കിലും ചോർച്ച ഉണ്ടായി കഴിഞ്ഞാല് ഉടനെ തന്നെ അത് ലീക്ക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് മാറി മറ്റ് ഏരിയയിലേക്ക് വ്യാപിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഫാർമസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയിലാണ് ഡ്രഗ് സ്പില്ല് ഉണ്ടായെന്ന് വിചാരിക്കാം, പദാർത്ഥ ചോർച്ച ഉണ്ടായെന്ന് വിചാരിക്കാം. ആ ഒരു ഏരിയയിൽ നിന്ന് മാറി OPD ഏരിയയിലേക്ക് ആ പദാർത്ഥം ചോർന്ന് ചെല്ലാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യണം. ഒരു ഏരിയയിൽ നിന്ന് മറ്റു ഏരിയയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പോ മറ്റു ഏരിയയും കൂടി എന്താവും? കണ്ടാമിനേറ്റഡ് ആവും, മലിനമാകും. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യുന്നത്. ഓക്കെ, then if the spill is in your work area, remove the people, patients from the area immediately. Call the operation to initiate the code orange. അതായത് ഇങ്ങനെയുള്ളൊരു സ്പില്ലേജ്, അതായത് ചോർച്ച ഉണ്ടായി കഴിഞ്ഞാല് ഉടനെ തന്നെ ആ ഏരിയയിൽ നിന്ന് പേഷ്യൻസിനെ എന്ത് ചെയ്യണം? മാറ്റേണ്ടതുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻസ് ഉടനെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് കോഡ് ഓറഞ്ച് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. Alert others in the area, contain the spill if possible to do it safely, cordon off the area and post warning signs. Do not attempt to clean up any spill without appropriate PPE. Use an appropriate spill kit after cleanup. Dispose of all PPE and spills material as hazardous waste. ഇതാണ് ഇവിടെ പറയുന്നേ. അതായത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ആളുകൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത പ്രദേശത്ത്, അതായത് ആ ചോർച്ച സംഭവിച്ച അവിടെ നിന്ന് കുറച്ച് അടുത്ത പ്രദേശത്തേക്ക് ഇത് വ്യാപിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് സയൻസ് നമ്മൾക്ക് അവിടെ സ്ഥാപിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു കെമിക്കൽ സ്പിൽ ഇവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ
ഇങ്ങനെ ഒരു അപകടം, ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഇവിടെ, നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ബോർഡുകളിലൂടെ ആളുകളെ അറിയിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ സിറ്റുവേഷനുമായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ പ്രോപ്പർ ആയിട്ട് PPE കിറ്റ് ധരിച്ചിരിക്കണം, അല്ലെ? PPE കിറ്റ് എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പർ ആയിട്ട് ധരിച്ചിരിക്കണം. അത് ധരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കെമിക്കൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ പാടുള്ളൂ. അങ്ങനെയും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ PPE കിറ്റ് ധരിക്കാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കരുത്. ഇനി ഇത് PPE കിറ്റ് നമ്മള് കെമിക്കൽ സ്പിൽ ഉണ്ടായ സ്ഥലത്ത് നമ്മള് അവിടെ ചെന്ന് നമ്മൾ PPE കിറ്റ് ധരിച്ചിട്ട് അവിടെ വൃത്തിയാക്കി എന്ന് വിചാരിക്കുക. വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ PPE കിറ്റ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യുകയും കൂടി വേണം. കറക്റ്റ് ആയിട്ട് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും അത് വലിച്ചെറിയാനോ അത് എന്താ പറയാ ഒരു ഇതില്ലാത്ത രീതിയിൽ, അതായത് അവിടെ ഇവിടെയും അതിന്റെ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ ഇടാനൊന്നും പാടില്ല. പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡിസ്പോസ് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, the next one, account for all people in the area during the cleanup procedure. If the skin is contaminated, wash the area with soap and water for at least 5 minutes or shower thoroughly. Notify ICN, nursing supervisor, CMO if an accidental exposure occurs. Seek medical help immediately. ഇനി ഈ കെമിക്കൽ സ്പില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനകത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ നമ്മുടെ ബോഡിയിലെ കെമിക്കൽസ് എന്തെങ്കിലും സ്പ്രെഡ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ, അതിപ്പോ ആ ഏരിയയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലാണെങ്കിലും സ്പില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിപ്പിടിക്കുവാണെങ്കിൽ ഉടനെ തന്നെ അത് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിരിക്കണം, കഴുകിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി പെട്ടെന്ന് അതായത് എന്തെങ്കിലും എക്സ്പോഷർ ഉണ്ടായെന്ന് വിചാരിക്കുക, അതായത് കെമിക്കൽ സ്പില്ലുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തപ്പോൾ, നമ്മൾ ഇൻവോൾവ് ചെയ്തപ്പോഴും പെട്ടെന്ന് ആ സ്പില്ല് നമ്മുടെ കണ്ണിൽ തെറിക്കുകയാണ്. എന്തെങ്കിലും ഒരു കെമിക്കൽ നമ്മുടെ കണ്ണിൽ തെറിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വായിലോട്ട് തെറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ ഇത് അറിയിക്കണം, അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറെ ഈ കാര്യം അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ തേടേണ്ടതാണ്. നമ്മുടെ ബോഡിയിൽ പറ്റിക്കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ല, പ്രോപ്പർ ആയിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ സ്പിൽ ഉണ്ടായ സ്ഥലത്താണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു സ്ഥലം നമ്മൾ നല്ല നീറ്റ് ആയിട്ട് കഴുകിയാൽ മതി. എന്നാൽ നമ്മുടെ ഈ ഒരു സ്പില്ല് എന്താ പറയാ കണ്ണിൽ തെറിക്കുകയോ വായിലോട്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡേഞ്ചർ ആണ്. അപ്പൊ നമ്മൾ മതിയായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ കോഡ് ഓറഞ്ച്? ഓക്കെ, അടുത്തത് കോഡ് ബ്ലൂ ആണ് കേട്ടോ. കോഡ് ബ്ലൂ എല്ലാവർക്കും അറിയാവുന്നതാണ്, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലൂ കേട്ടോ. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമെന്ന് കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 6664 begin CPR ACLS protocol. Remove visitors from the area room. അതായത് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എമർജൻസി ഓപ്പറേറ്റർ നമ്പർ ആയിട്ടുള്ള 6664 ഉടനെ തന്നെ വിളിക്കുക. അതായത് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അവരെ ഇൻഫോം ചെയ്യുന്നതാണ് കേട്ടോ. എമർജൻസി നമ്പർ ആണ് 6664. ദെൻ CPR കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് CPR ആണ്. കാരണം ബ്രത്ത് എഴുതുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം, അല്ലെ? എന്നിട്ടാണ് അത് കൊടുക്കുന്നത്, അയാൾക്ക് എയർവേ കൊടുക്കുന്നത്. അപ്പോ ആദ്യം തന്നെ CPR കൊടുക്കുക. ദെൻ CPRന് ശേഷം ACLS എന്ന് പറയുന്നുണ്ട്, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുക. ACLS ആണ് കേട്ടോ, അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, അത് ഫോളോ ചെയ്യാം. ACLS എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആണ് ACLS കേട്ടോ. ഓക്കെ,
ദെൻ ആ പേഷ്യൻസ് ഇരിക്കുന്ന അല്ലെങ്കിൽ ആ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ഏരിയയിൽ നിന്ന് ആവശ്യമില്ലാത്ത ആളുകളെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക, വിസിറ്റേഴ്സിനൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. പിന്നെ കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ട് ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സെൻഡ് ഫ്ലെബോട്ടമി ആൻഡ് ECG സർവീസസ്. കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു വരുന്ന ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബ്ലഡും മറ്റും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ലബോറട്ടറിയില് സെൻഡ് ചെയ്യുക, അയക്കുക. ഇതാണ് ഫ്ലെബോട്ടമി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ECG സർവീസിന്റെ ആവശ്യം കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരു പേഷ്യൻസിന് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, then resume normal operations, only designated team members will respond to the CPR area. അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരു പേഷ്യന്റ് അരികില് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യാം, നിൽക്കാനായിട്ട് സാധിക്കുക. ധാരാളം ആളുകൾക്കൊന്നും അവിടെ അനുവദിക്കുന്നതല്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര പേരുണ്ടോ അവർക്ക് മാത്രമാണ് ആ ഏരിയയില് നിൽക്കാനായിട്ട് സ്വാതന്ത്ര്യം. ഓക്കെ, അതാണ് കോഡ് ബ്ലൂ പറയുന്നത് കേട്ടോ. നമ്പർ ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ ACLS എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് കോഡ് യെല്ലോ ആണ് കേട്ടോ. കോഡ് യെല്ലോ, an external disaster has secured, the hospital will be receiving patients in excess normal. അതായത് സാധാരണ രീതിയിലുള്ള പേഷ്യൻസിനേക്കാൾ ഉപരി ധാരാളമായിട്ട് പേഷ്യൻസ് വരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കോഡ് യെല്ലോ എന്ത് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഡിസാസ്റ്റർ, മേജർ ഡിസാസ്റ്റർ സംഭവിക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സംഭവിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മള് കോഡ് യെല്ലോ ആക്ടിവേറ്റ് ചെയ്യും. ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻ പ്ലാൻസ് മാനുവൽ. Upon learning of an alert, all departments should activate their department-specific disaster plan as outlined in the hospital emergency procedures manual. CMO should report to the emergency operations center in charge located in the nursing administration 1841. എന്താ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ധാരാളം ആളുകളെ കൊണ്ടുവരുമ്പോൾ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് ധാരാളം ആളുകളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കോഡ് യെല്ലോ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൊണ്ടുവരുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കുന്നുണ്ട്. ആ പ്ലാൻ പ്രകാരം ഹോസ്പിറ്റലിന്റെ പല ഏരിയയിലും എന്ത് ചെയ്യും, ഡിസാസ്റ്റർ മാനുവൽ പ്രകാരം ധാരാളം ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും, ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതനുസരിച്ച് CMO, അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എമർജൻസി റൂമിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ ഡിസാസ്റ്റർ മാനുവലുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കമാൻഡ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുന്നതാണ്. അഡ്മിനിസ്ട്രേഷൻ നമ്പറാണ് 1841 എന്ന് പറയുന്ന നമ്പർ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കോഡ് യെല്ലോ എന്ന് പറയുന്നത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹോസ്പിറ്റലുകളിൽ ഇത് അലേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനുവൽ പ്രകാരം എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ പല ഏരിയകളിലും ഇത് ഫോളോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോഡ് യെല്ലോയില് പറയുന്നത്. ഓക്കെ, then next one, check over all status of the ER department such as facilities, supplies and assess staffing needs. Notify department charge coordinator. All departments should send extra staff to the emergency room bay. അതായത് ഇങ്ങനെയുള്ളൊരു ഇത് സംഭവിച്ചു കഴിയുമ്പോൾ, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ കോഡ് യെല്ലോ നമ്മൾ അലേർട്ട് ആകുന്ന ആ ഒരു സാഹചര്യത്തില് എമർജൻസി റൂം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഫെസിലിറ്റീസും, അല്ലെങ്കിൽ അവിടെ സൗകര്യങ്ങളുണ്ടോ, രോഗികളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ, അവിടെ ആവശ്യത്തിന് എക്യുപ്മെന്റുകളുണ്ടോ, സപ്ലൈസ് ഉണ്ടോ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നതാണ്. ദെൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ചാർജിനെയും എന്താ പറയാ, അവരുടെ ഓരോ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നതാണ്, കൊടുക്കുന്നതാണ്.
ഡിപ്പാർട്ട്മെന്റ് ചാർജിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ കോർഡിനേറ്റർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ്. ഇനി പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്റ്റാഫുകൾ നമുക്ക് വലിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ചിലപ്പോ എന്താ പറയാ, എമർജൻസി റൂമിലോട്ട് വാർഡുകളിൽ നിന്ന് നഴ്സിനെയൊക്കെ എന്ത് ചെയ്യും, വലിക്കും. അതായത് കൂടുതലായിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചിടുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, എമർജൻസി റൂമിലേക്ക് മറ്റുള്ള സ്റ്റാഫുകളെയൊക്കെ വലിച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അടുത്തത് designated staff arrives, each person with a role in the emergency manual plan will receive a job action sheet. All other on-duty staff not otherwise assigned ER positions should remain in their department and maintain normal operations. എന്താ പറയുന്നത് അവിടെ? അതായത് ഇതുമായി ബന്ധപ്പെട്ട് കോഡ് യെല്ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാര്, അവിടുത്തെ സ്റ്റാഫുകൾ അവിടെ എത്തുമ്പോൾ അവർക്ക് നിർദ്ദിഷ്ടമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. ഓരോ സ്റ്റാഫുകൾക്കും ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ വ്യക്തികൾക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ച് ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അവർ ചെയ്യേണ്ട ജോലികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മാനുവല് അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ എന്താ പറയാ, ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത മറ്റെല്ലാ സ്റ്റാഫുകളും അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഡിസാസ്റ്ററിൽ പങ്കുചേരണമെങ്കിൽ ആ ഒരു ഡ്യൂട്ടീസും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഓരോരോ വ്യക്തികൾക്ക് ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടാകും. അതനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി ഓരോ സ്റ്റാഫുകൾക്കും ഓരോരോ ജോബ് ആക്ഷൻ ഷീറ്റ് കൊടുക്കും, എന്താണ് അവർ ചെയ്യേണ്ട ജോലി എന്നറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത ചില സ്റ്റാഫുകൾ ഉണ്ടാവും. പക്ഷെ അവർ ഒരിക്കലും ഇതിൽ നിന്ന് വ്യതിചലിക്കാനായിട്ട് പാടുള്ളതല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യണം, ഉൾപ്പെടണം. പക്ഷെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സേവനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം മറ്റ് ചില സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിസാസ്റ്റർ പ്ലാനുമായിട്ട് സഹകരിക്കുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അതായത് ഇപ്പൊ ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. ഇനി ഡ്യൂട്ടി കൊടുക്കാത്ത ചില സ്റ്റാഫുകൾ ഉണ്ടാവാം. അതായത് നിർദ്ദിഷ്ട ജോലികൾ കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ജോലി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആ സ്റ്റാഫുകൾ ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാതെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ജോലി ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യാവുന്നതാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യം അവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് കോഡ് വയലറ്റ് എന്ന് നോക്കാം. Code violet. Assistance is needed with an out of control patient individuals. Not a code violet should not be activated where a gun or weapon may be involved. അതായത് ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ, ശ്രദ്ധിച്ചിരിക്കുക കോഡ് വയലറ്റ്, ഒരു പേഷ്യന്റ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, കോഡ് വയലറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് ഇപ്പൊ ഭയങ്കര അക്രമകാരിയായിട്ട് നിൽക്കുകയാണ്, എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മറ്റുള്ളവർക്ക് എന്താ പറയാ ത്രെട്ട് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ത്രെട്ടണിങ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുവാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാം, കോഡ് വയലറ്റ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് ഭയങ്കരമായിട്ട്, അതായത് മെന്റലി കുറച്ച് ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം, ഭയങ്കരമായിട്ട് എന്താ പറയാ അക്രമശാലിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് ആയിട്ട് വരുവാണ്. ഈ പേഷ്യന്റ് മറ്റൊരു പേഷ്യന്റിനെ ആക്രമിക്കാനായിട്ട് പോവാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കോഡ് വയലറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോട്ട് എന്ന് പറയുന്നുണ്ട്, എ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേർ എ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. അതായത് ഞാൻ പറഞ്ഞു വയലന്റ് ആകുന്ന തരത്തിൽ മറ്റൊരു പേഷ്യന്റിനെ ത്രെട്ട് ചെയ്യുന്ന രീതിയിൽ ആണ് എന്ത് ചെയ്യുക, നമ്മൾ കോഡ് വയലറ്റ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി
ഇതേ പേഷ്യന്റ് തന്നെ അയാളുടെ കയ്യില് വല്ല തോക്കോ അല്ലെങ്കിൽ കത്തിയോ ഉണ്ടെങ്കിൽ, തോക്കോ കത്തിയോ ഉപയോഗിച്ച് മറ്റൊരു പേഷ്യന്റിനെ ആക്രോശിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? കോഡ് വയലറ്റ് ആക്ടിവിറ്റി. നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആക്ഷൻസിലൂടെയോ ആണ് മറ്റൊരു പേഷ്യന്റിനെ നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ കോഡ് വയലറ്റ് യൂസ് ചെയ്യാം. അതല്ല ആളുടെ കയ്യില് കത്തിയോ തോക്കോ അക്രമാസക്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിൽ വെപ്പൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കോഡ് വയലറ്റ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. കേട്ടോ? ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ വേറെ എന്തെങ്കിലും കോഡായിരിക്കും ഉപയോഗിക്കാം ഹോസ്പിറ്റലിൽ. കേട്ടോ? ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കേട്ടോ? അപകടകരമായിട്ടുള്ള രീതിയിൽ വെപ്പൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഡ് വയലറ്റ് യൂസ് ചെയ്യില്ല. അല്ലാത്ത രീതിയിൽ അക്രമകാരി ആവുകയാണെങ്കിലാണ് എന്ത് യൂസ് ചെയ്യാം? കോഡ് വയലറ്റ് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, then എന്താ ചെയ്യേണ്ടത്? ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ, കോൺടാക്ട് സെക്യൂരിറ്റി ആൻഡ് നഴ്സിംഗ് സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ്ലി. എന്ത് ചെയ്യേണ്ടത്? അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറിലേക്ക് എന്ത് ചെയ്യണം? ഡയൽ ചെയ്യണം കോഡ് വയലറ്റുമായി ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്, ലൊക്കേഷൻ എവിടെയാണ്, ഹോസ്പിറ്റലിന്റെ ഏത് ഭാഗത്താണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റിയെയും നഴ്സിംഗ് സൂപ്പർവൈസറെയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് do not attempt to control the out of control individual. Security will provide instructions for responding personnel on the type of assistance required. അതായത് ഒരിക്കലും ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ കൂടുതൽ വയലന്റ് ആവുകയേ ചെയ്യുള്ളൂ. അപ്പോ ആളുടെ ബിഹേവിയർ അനുസരിച്ച്, ആളുടെ രീതി അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ആൾ എങ്ങനെയാണോ അപ്പോഴത്തെ ആളുടെ ഒരു കണ്ടീഷൻ എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ആളുടെ കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. ഒരിക്കലും അവരെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. അടുത്തത് do not confront the individuals with their weapon. അതുപോലെ തന്നെ ആയുധം ഉപയോഗിച്ച് വ്യക്തികളെ നേരിടരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരിക്കലും കോഡ് വയലറ്റ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. ചില സന്ദർഭങ്ങൾ ആയുധം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ, അപ്പൊ വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ നേരിടാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ, അയാളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയാളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആയുധം പിടിക്കരുത്. നമ്മളൊരു തോക്കോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് വയലന്റ് ആയിട്ടുള്ള ഒരാളെ കീഴടക്കാനായിട്ട് ശ്രമിക്കരുതെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് കോഡ് ബ്രൗൺ ആണ്. ലാസ്റ്റ് വൺ ആണ് കോഡ് ബ്രൗൺ. An adult patient is missing, lost or abducted from the hospital. അതായത് പ്രായപൂർത്തിയായുള്ള ഒരാള് മിസ്സാവുന്നതാണ് എന്ത്? ഈ ഒരു കോഡ് ബ്രൗൺ എന്ന് പറയുന്നത്. കേട്ടോ? ഒരാള് മിസ്സായി പോവാണ്, ഒരു പേഷ്യന്റ് മിസ്സായി പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് കോഡ് ബ്രൗൺ എന്ന ഒരു ആക്ടിവേഷൻ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. When a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has eloped, been abducted or is lost, conduct a unit search. If the patient does not return, ask the operator to initiate the code brown, notify security and provide a physical description of the patient, clothing worn by the patient when last seen. Notify SMA എന്നല്ല, സാമ എന്നാണ് കേട്ടോ അവിടെ, SAMA എന്നാണ്, ഓൺ കോൾ ഗസ്റ്റ് റിലേഷൻ മാനേജർ. അതായത് ഒരു പേഷ്യന്റ് മിസ്സായി പോയി കഴിഞ്ഞാൽ അത് ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വാർഡിൽ നിന്നോ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ഒരു പേഷ്യന്റ് മിസ്സാവുകയാണെങ്കിൽ എങ്ങനെയാണ് മിസ്സാവുക? ഒന്നല്ലെങ്കിൽ എലോപ്പഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിച്ചോടി പോവുക. അല്ലെങ്കിൽ അബ്ഡക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നാപ്പ് ചെയ്യുക, തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആ പേഷ്യന്റ് അവിടെ നിന്ന് നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? കോഡ് ബ്രൗൺ ആണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. കേട്ടോ? അപ്പൊ
ഒരു പേഷ്യന്റ് ഒളിച്ചോടി പോവുകയോ അല്ലെങ്കിൽ ആളെ കിഡ്നാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആള് സ്വയം പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കോഡ് യൂസ് ചെയ്യാം? കോഡ് ബ്രൗൺ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ പോയിട്ടുള്ള പേഷ്യൻസ് തിരിച്ചു വന്നില്ല എങ്കിൽ, കുറച്ച് സമയം കഴിഞ്ഞും ആ പേഷ്യന്റ് തിരിച്ചു വന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് തീർച്ചയായും കോഡ് ബ്രൗൺ എന്ത് ചെയ്യാം? ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റിയെ നമ്മൾ അറിയിക്കണം. അതായത് ഇങ്ങനെ ഒരു പേഷ്യന്റ് അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനുള്ള വഴി ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഉടനെ തന്നെ സെക്യൂരിറ്റി അറിയിക്കുക. അതുകൂടാതെ സെക്യൂരിറ്റിക്ക് എന്ത് കൊടുക്കുക? ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്? അതായത് പേഷ്യന്റിന്റെ മൊത്തത്തിലുള്ള വിവരം, പേഷ്യന്റ് ഹൈറ്റ് എത്രയാണ്, പേഷ്യന്റ് വെയിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കളർ എന്താണ്, അങ്ങനെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം? കൂടുതലായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യന്റ് ധരിച്ചിരിക്കുന്ന ഡ്രസ് എന്താണ്, ഡ്രസ്സിന്റെ കളർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. പേഷ്യന്റ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലുള്ള ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സാമ രജിസ്റ്ററിൽ ഈ പേഷ്യന്റ് വിവരങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അപ്ഡേറ്റ് ചെയ്തിരിക്കണം. സാമ എന്ന് പറയുന്നത് എന്താണ്? സാമ ഞങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ. സാമ എന്താണ്? സാമ ഡിസ്ചാർജിൽ പഠിച്ചതല്ലേ? ഒന്ന് കമന്റ് ചെയ്ത്. സാമ എന്താണ്? സാമ സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അതായത് പേഷ്യന്റ് പോയി എന്നുള്ളതിന് എന്താണ്, അതായത് പറയാതെ പോയി എന്നുള്ളതിന് എന്ത് കൊടുക്കണം? നമ്മള് തെളിവ് കൊടുക്കണം അല്ലെ? അപ്പോ പേഷ്യന്റ് വിവരങ്ങളിൽ സാമ രജിസ്റ്ററിൽ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തി വെക്കുക. ദെൻ ഗസ്റ്റ് റിലേഷൻ മാനേജറെ എന്ത് ചെയ്യുക? അറിയിക്കുക. പേഷ്യന്റ് പോയി എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ മാനേജറെ ഉടനെ തന്നെ ഇൻഫോം ചെയ്യുക. ഓക്കെ, the next one, notify the patient's attending physician and or staff on call, notify the nursing supervisor on duty, notify family as appropriate. The nursing supervisor will contact the administrator on call. The administrator on call will contact the police for notification. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഈ പേഷ്യന്റ് പോയി എന്നുള്ള കാര്യം ഉടനെ തന്നെ ആ പേഷ്യന്റിനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഫിസിഷ്യനെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. ഇനി ഫിസിഷ്യൻ ഇല്ലെങ്കിൽ, ഫിസിഷ്യൻ അവിടെ ആബ്സെന്റ് ആണെങ്കിൽ ഡ്യൂട്ടിയിലുള്ള ഏതെങ്കിലും ഒരു ഡോക്ടർ എന്ത് ചെയ്യണം? അറിയിച്ചിരിക്കേണ്ടതാണ്. അതുകൂടാതെ ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്തിരിക്കണം? ഈ വിവരം അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫാമിലിയെയും നോട്ടീസ് ചെയ്യണം. ഈ ഒരു രോഗി ഇവിടുന്ന് പോയി എന്നുള്ളത് ഫാമിലി മെമ്പേഴ്സിനെ അറിയിച്ചിരിക്കണം. നഴ്സിംഗ് സൂപ്പർവൈസർ ഈ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ ഇൻഫോം ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് ചെയ്യുക? പോലീസിനെ ഇൻഫോം ചെയ്യുക. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പേഷ്യന്റ് മിസ്സായി കഴിഞ്ഞാൽ ആദ്യം തന്നെ പേഷ്യന്റിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിഷ്യനെ അറിയിക്കണം. ഫിസിഷ്യൻ ആബ്സെന്റ് ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ആ ഫിസിഷ്യന് പകരം ആരാണോ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഈ കാര്യം അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറിനെ, ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസർ ഈ കാര്യം അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി റിലേറ്റീവ്സിന് ഈ കാര്യം അറിയിച്ചിരിക്കണം. ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കേണ്ടത്. അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ മിസ്സായിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരം പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, social worker, nursing staff will assist the patients, the family members and the staff during the crisis. Upon locating the patient, notify the in-charge nurse and the NSG supervisor that the patient has been located and describe the patient's status. The nursing supervisor will notify the administrator on call regarding the return status of the patient. The in-charge nurse will contact the attending physician on call how staff the patient has returned to the unit, assess and document the patient's status. ഒന്നുമില്ല, ഇതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ എന്താ പറയാ, നമ്മുടെ MSW കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ ഹോസ്പിറ്റലും അല്ലെങ്കിൽ എന്താ പറയാ സേവനവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന MSW കേട്ടിട്ടില്ലേ നിങ്ങള്? MSW എന്താണ്? ഫുൾ ഫോം എന്താണ്? MSW ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ആളുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്? MSW ഫുൾ ഫോം എന്താണ്? കമന്റ് ചെയ്ത് ഒന്ന്. MSW മെഡിക്കൽ സോഷ്യൽ വർക്കർ ആണോ?
അത് അടുത്ത പ്രാവശ്യം ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരിക കേട്ടോ. എന്തായാലും MSW കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെയാണ് എന്ത് ചെയ്യുക, അതായത് സേവന രംഗത്ത് പ്രവർത്തിക്കുക, മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവര് ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള, അതായത് ആശുപത്രിയുടെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പേഷ്യന്റ് റിലേറ്റീവ്സിനെ ആശ്വസിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രവർത്തകരാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ മിസ്സായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ആണ് MSW. അത് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുക, വിദേശത്തൊക്കെ നല്ല അവസരമാണ് എന്ത് ചെയ്യുക, ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുക. കൂടുതലും സർവീസ് ആണ് അവർ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇങ്ങനെ മിസ്സായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലി എന്ത് ചെയ്യും, ആ ക്രൈസിസിൽ നിന്ന് കരകയറ്റാനായിട്ട് കൂടുതൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നഴ്സിംഗ് സൂപ്പർവൈസറെയും നഴ്സിനെയും എന്ത് ചെയ്യണം, ഈ കാര്യം നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. പിന്നെ അറിയിച്ചു കഴിഞ്ഞ് പേഷ്യൻസിനെ നമ്മൾ, ഈ പേഷ്യന്റിനെ മിസ്സായി പോയ പേഷ്യന്റിനെ നമ്മൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അയാൾ തിരികെ വന്നെന്ന് വിചാരിക്കുക. അയാൾ തിരികെ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അയാളുടെ മെന്റൽ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അയാള് പോയ കണ്ടീഷനിലാണോ തിരിച്ചു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഡേഞ്ചർ ആയിട്ടാണോ തിരിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മള് കറക്റ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇനി ഇയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസർ, അതായത് ഫിസീഷ്യൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്പർവൈസർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളെയും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഇയാൾ തിരിച്ചു വന്നിട്ടുള്ള കാര്യം എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം. കൂടാതെ മിസ്സായി പോയപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ രേഖ, അതായത് സാമയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇദ്ദേഹം ഇവിടുന്ന് മിസ്സായി പോകുന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ആ കാര്യം എന്ത് ചെയ്തിരിക്കണം, അതിൽ നിന്ന് തിരുത്തുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് കോഡ് ബ്രൗണുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? ഈസി ആണ് കേട്ടോ, അധികം പ്രശ്നമൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഉമേബയുടെ സംശയം അടുത്ത ക്ലാസ്സിൽ തീർത്തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറയാം. ഉമേബ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നില്ലേ, ഹാർട്ട് ബീറ്റിന്റെ ബ്രത്തിങ്ങിന്റെ കാര്യം ചോദിച്ചായിരുന്നില്ലേ? ഇല്ല, അത് ഉമേബയല്ലേ ചോദിച്ചത്? അല്ല, ആരാണോ ചോദിച്ചത് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. മിസ് ഉമേബ എന്താണ് ഡൗട്ട് പറഞ്ഞോ. സൂപ്പർവൈസർ NSG സൂപ്പർവൈസർ. അത് NSG സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് NSG. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് പറയുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങള് ക്ലിയർ ആകാത്തതുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും എടുക്കുക. ഈ ഒരു ചാപ്റ്റർ തീർന്നു കേട്ടോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.